അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവ് നല്ല ഭർത്താവാകാൻ വേണ്ടിയിട്ട്, നമ്മളെ പരിഗണിക്കാൻ വേണ്ടിയിട്ട്, നമ്മളോടുള്ള സ്നേഹം ഉണ്ടെങ്കിലും അത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുആയെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ദുആ ചെയ്തിട്ട് ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെട്ട കഥകളുണ്ട് കേട്ടോ, നമുക്ക് അറിയാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ആളുകളുടെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ വലിയ വലിയ ഉസ്താദുമാരുടെ വീഡിയോക്ക് ഇങ്ങനത്തെ ഈ ഒരു ദുആ പറയുന്ന വീഡിയോക്ക് താഴെ കമൻറ്റിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പേരുടെ ഭർത്താവ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഭർത്താവായിക്കോട്ടെ, അങ്ങനെയുള്ളതിലൊക്കെ അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ദുആ പറയുന്നതിന് മുമ്പ്, നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് 11 തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഏതെങ്കിലും നമുക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ 11 തവണയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. നമുക്കറിയാവുന്ന ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഈ പറയുന്ന ദുആ ചൊല്ലുക. ദുആ ഇതാണ്: യാ അതൂഫുൽ ഖുവ്വത്തിൽ മതീനു ഇഅ്തിഫു അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യാ അതൂഫുൽ ഖുവ്വത്തിൽ മതീനി ഇഅ്തിഫു അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ ഈ ഒരു ദുആ നമ്മൾ ദിവസവും 313 തവണ, അതല്ലാന്നുണ്ടെങ്കിൽ 111 തവണയെങ്കിലും ചൊല്ലണം. 313 തവണയോ അല്ലാന്നുണ്ടെങ്കിൽ 111 തവണയോ ചൊല്ലണം. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 11 സ്വലാത്തും ചൊല്ലണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ഭർത്താവിന് എന്തായാലും നമ്മളോട് സ്നേഹം വർദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ പരിഗണന വർദ്ധിക്കും, സ്നേഹം കൊണ്ട് മൂടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഒരുപാട് പേരുടെ, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാര്യമാരുടെ മുമ്പിലേക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്കൊക്കെ ഈ ഒരു വീഡിയോ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.